അല്ല, MLA എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളോട് രാജിവെക്കാൻ നിർദ്ദേശിക്കാനാവില്ല. അത് അദ്ദേഹത്തിന് ജനങ്ങൾ എലക്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഭരണഘടനാപരമായ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നടപടി ഒരു തരത്തിലും വൈകിയിട്ടില്ല. ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് പരാതി ഇമെയിൽ മുഖാന്തരം ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് DGPക്ക് കൈമാറി. അങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. എത്രയോ പരാതികൾ CPMൻ്റെ നേതൃത്വത്തിൻ്റെ മുമ്പിലുണ്ട്. എത്രയോ ആളുകൾക്കെതിരെ, എത്രയോ CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്കെതിരെ, MLAമാർക്കെതിരെ നടപടിയുണ്ട്. പക്ഷെ ഒരു രീതിയിലുമുള്ള ഈ പരാതി മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല. പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടില്ല, നിയമപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിയമപരമായ ട്രയൽ നേരിടുന്ന ആളുകൾ, കൃത്യമായ പരാതിക്കാരുള്ള കേസുകളിൽ പോലും പാർട്ടി അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുമുള്ള ഭിന്നതയില്ല. അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ KPCCയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ നിങ്ങളോട് വിവരിക്കും. അത് സമയത്തിന്, നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ, സമയത്തിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും. അല്ല, അച്ചടക്ക നടപടി ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നുള്ളത് അത് ഇറ്റ് ഈസ് ഓൺലി ടെക്നിക്കൽ. ഏത് രീതിയിലാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു മാധ്യമം ഒരു രീതിയിൽ പറഞ്ഞു, മറ്റൊരു മാധ്യമം മറ്റൊരു രീതിയിൽ പറഞ്ഞു. അങ്ങനെ നമുക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പാർട്ടിയുടെ ചില നയങ്ങളുണ്ട്, പാർട്ടിക്ക് ചില രീതികളുണ്ട്. അതിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഏറ്റവും ആദ്യം തന്നെ പാർട്ടി സ്വീകരിച്ചു. പരാതിക്കാരുടെ സാഹചര്യത്തിൽ ഇപ്പോൾ തുടർ നടപടികൾ നിയമപരമായിട്ട് നടക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഔട്ട്കമ്മും കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. പരാതി മുന്നോട്ട് വരികയാണെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ KPCC അത് DGPക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ വിശ്വസിക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് KPCC അത് നിങ്ങളോട് വ്യക്തമാക്കുന്നതായിരിക്കും. ഈ പരാതികൾ വന്നതിന് പിന്നാലെ അതിജീവിതയ്ക്കെതിരെ കൂടുതൽ സൈബർ ആക്രമണം അടക്കം വരുന്നുണ്ട്. ഇല്ല, സൈബർ ആക്രമണം ഔദ്യോഗികമായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളുകളും സൈബർ ആക്രമണം നടത്തില്ല. ഞങ്ങൾ ഒഫീഷ്യലായി ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ സൈബർ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹാൻഡിൽസിൽ നിന്നോ ഉത്തരവാദിത്തപ്പെട്ട ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഒരാളുകളോടും ഞങ്ങളത് നിർദ്ദേശിക്കത്തില്ല. അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, സ്ലട്ട് ഷെയിം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള, അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് റീച്ച് കൂട്ടാനോ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നോട്ട് വരാനോ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഔദ്യോഗികമായി ചെയ്യുന്ന ആളുകളല്ല. ഇപ്പോൾ നമ്മൾക്ക് സൈബർ ഹാൻഡിലുകളിൽ എല്ലാം നമുക്ക് വ്യക്തിപരമായും ഫേക്ക് IDസും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഔദ്യോഗികമായി സ്ഥാനം വഹിക്കുന്ന ആളുകളാണ്, കോൺഗ്രസ് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി നിയന്ത്രിക്കും. അങ്ങനെ പരാതി ഇപ്പോൾ ചില ആളുകൾക്കെതിരെ ഔദ്യോഗികമായി പരാതി വന്നു, സ്വാഭാവികമായിട്ടും അതിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം, നിയമപരമായി അവർക്ക് മുന്നോട്ട് പോകാം. പാർട്ടി അവരെ സംരക്ഷിക്കില്ല. ഈ ആദ്യഘട്ടത്തിൽ സസ്പെൻഷൻ നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിലൊക്കെ അന്ന് തന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ നന്നായി. അല്ല, ഞാൻ പറഞ്ഞത് അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. പരാതിക്കാരി പോലും ഇല്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവി, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള ഒരു വലിയ പദവി, എലക്റ്റഡ് ആയിട്ടുള്ള ഒരു പദവി രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി സസ്പെൻഡ് ചെയ്തു. അത് പരാതിയുടെ ഒരു പുകമറ ഉണ്ടായിരുന്നു, അന്ന് പരാതിക്കാരി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും പാർട്ടി വളരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ പാർട്ടി ഏത് തരത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ പാർട്ടി അത് കൃത്യമായി വ്യക്തമാക്കും. സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെ തലപ്പത്തേക്ക് വരികയാണ് സംസ്ഥാനത്ത്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനത്തിന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതൽ പ്രൊഫഷണലായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ഒരു മേഖലയായി മാറും. ഇത് പാർട്ടിയുടെ ഇന്ന് 9.5 വർഷം പൂർത്തീകരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള സൈബർ സ്പേസിലുള്ള പ്രചരണമായിരിക്കും ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മറ്റ് വ്യക്തിപരമായ ആളുകളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഫാൻ ബേസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും അധിക്ഷേപിക്കാനോ ഞങ്ങൾ ആ സ്പേസ് ഉപയോഗിക്കില്ല. അത് വളരെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ, പ്രൊഫഷണലായി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്. സൈബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല, കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരികയാണ്, പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ. അതിന് ചുമതലയിലാണ്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസിൻ്റെ സൈബർ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ട് ഈ കാര്യത്തിൽ അങ്ങയുടെ ശ്രദ്ധയുണ്ടാവും? അല്ല, അതാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. ശരത്തിന് എന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ സർക്കാരിൻ്റെ ചെയ്തികളെ, സർക്കാരിൻ്റെ അഴിമതിയെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏതെല്ലാം തരത്തിൽ എൻ്റെ സേവനം ഉപയോഗിക്കും. പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിനുള്ള ഒരു പോളിസി മേക്കിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനല്ല ഈ സ്പേസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.